ഓക്കെ, അടുത്ത നമ്മുടെ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, സോ സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തായിരുന്നു സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റേഴ്സ്? അതായത് ടി എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു എക്സ് ടി. ഇപ്പോൾ ഇതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ തന്നെ നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ടി എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ സെൽഫ് അഡ്ജോയിൻ്റ് ആണെങ്കിൽ റിയൽ ആണ്. സോ നെക്സ്റ്റ് നമ്മൾ വി ആർ ഗോയിങ് ടു സ്റ്റഡി എ ക്ലാസ് ഓഫ് സെൽഫ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റേഴ്സ് കോൾഡ് പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, സോ അതിനു മുമ്പ് പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഓപ്പറേറ്റേഴ്സിനിടയ്ക്ക് ഞാനൊരു പാർഷ്യൽ ഓർഡറിങ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. പാർഷ്യൽ ഓർഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കറിയാം ഒരു റിഫ്ലക്സീവ് അല്ലേ, റിഫ്ലക്സീവ് ആയിട്ടുള്ളത്, അതുപോലെ ആൻറ്റി സിമെട്രിക് ആയിട്ടുള്ളത്, അതുപോലെ ട്രാൻസിറ്റീവ് ആയിട്ടുള്ളത്. അതായത് എ ലെസ് ദാർ ഈക്വൽ ടു എ ആയിരിക്കും, അതുപോലെ എ ലെസ് ആർ ഈക്വൽ ടു ബി, ബി ലെസ് ആർ ഈക്വൽ ടു എ ആണെങ്കിൽ ഇറ്റ് മീൻസ് എ ഈസ് ഈക്വൽ ടു ബി. അതുപോലെ തന്നെ എ ലെസ് ആർ ഈക്വൽ ടു ബി, ബി ലെസ് ആർ ഈക്വൽ ടു സി ആണെങ്കിൽ എ ലെസ് ആർ ഈക്വൽ ടു സി. സോ ഇതാണ് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി. ദിസ് ഈസ് ദ ആൻറ്റി സിമെട്രിക് പ്രോപ്പർട്ടി ആൻഡ് ദിസ് ഈസ് ദ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. ഈ പാർഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് എല്ലാ എലമെൻസിനും ഈ ഓർഡറിങ് ഉണ്ടാവണം നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഡിഫൈൻ ചെയ്യുന്ന പാർഷ്യൽ ഓർഡർ സെറ്റ് ഓഫ് ഓൾ ഓപ്പറേറ്റേഴ്സ് സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റേഴ്സിലാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഞാനിവിടെ ടി വൺ ലെസ് ദാർ ഈക്വൽ ടു ടി ടു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ആണ് ടി വൺ ഓഫ് എക്സ് കോമ എക്സ് ഷുഡ് ബി ലെസ് ദാർ ഈക്വൽ ടു ടി ടു ഓഫ് എക്സ് കോമ എക്സ് ഫോർ ഓൾ എക്സ് ഇൻ മൈ ഹിൽബർട്ട് സ്പേസ്. സോ ഇത് ട്രൂ ആണെങ്കിൽ നമ്മൾ പറയും ടി വൺ ഈസ് ലെസ് ആർ ഈക്വൽ ടു ടി ടു. സോ എല്ലാ സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റേഴ്സ് ചിലപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ എല്ലാം കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വിൽ കോൾ ദിസ് എ ടോട്ടൽ ഓർഡർ. ചിലത് കമ്പയർ ചെയ്യാൻ പറ്റും, ചിലത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ പാർഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്. എല്ലാ നിങ്ങളൊരു ഡയറക്റ്റ്ലി ഒരു ടി എടുത്താലും എസ് എടുത്താൽ ചിലപ്പോൾ നീറ്റ് നോട്ട് ബി കമ്പയറബിൾ, അവർ കമ്പയർ ചെയ്യാനേ പറ്റിയിട്ടുണ്ടാവില്ല. ഓക്കെ, സോ അത് വേണ്ട, ചിലപ്പോൾ ചില എലമെൻസും കമ്പയർ ചെയ്യാൻ പറ്റുമായിരിക്കും. സോ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഇതിനെ പാർഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എല്ലാ എലമെൻസും കമ്പയറബിൾ ആണെങ്കിൽ നമ്മളതിനെ ടോട്ടൽ ഓർഡർ എന്ന് പറയും. ഓക്കെ, സോ ഇവിടെ ഇങ്ങനെയാണ് പാർഷ്യൽ ഓർഡർ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദോസ് ഓപ്പറേറ്റേഴ്സ് വിച്ച് ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ടി ഓഫ് എക്സ് കോമ എക്സ് ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ഇൻ എച്ച്. സച്ച് ഓപ്പറേറ്റേഴ്സ് ആർ കോൾഡ് പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, സോ ഒരു ഓർഡറിംഗ് റിലേഷൻ ഓൾറെഡി ഡിഫൈൻ ചെയ്യുന്നതാണ്. സോ ദാറ്റ് മീൻസ് ഇഫ് ടി ഗ്രേറ്റർ ആർ ഈക്വൽ ടു സീറോ വി കോൾ ഇറ്റ് എസ് എ പോസിറ്റീവ് ഓപ്പറേറ്റർ. ടി ഗ്രേറ്റർ ആർ ഈക്വൽ ടു സീറോ ഉദ്ദേശിക്കുന്നത് ടി ഓഫ് എക്സ് കോമ എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ആർ ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ഇൻ എച്ച് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഡിഫൈൻ എ പോസിറ്റീവ് ഓപ്പറേറ്റർ. അപ്പം ബൈ ഡെഫിനേഷൻ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ടി വൺ ലെസ് ആർ ഈക്വൽ ടു ടി ടു ആണെങ്കിൽ ഒബ്വിയസ്ലി ടി ടു മൈനസ് ടി വൺ വിൽ ബി ഗ്രേറ്റർ ആർ ഈക്വൽ ടു സീറോ ആയിരിക്കും അല്ലേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ലീനിയറിറ്റി ടി വൺ ഓഫ് എക്സ് കോമ എക്സ് ഇസ് ലെസ് ആർ ഈക്വൽ ടു ടി ടു ഓഫ് എക്സ് കോമ എക്സ്. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ബൈ ലീനിയറിറ്റി ഇൻ എ പ്രോഡക്റ്റ് വിൽ ബി ഗെറ്റിംഗ് ദിസ് റിസൾട്ട്. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ എഗെയിൻ ഇറ്റ് വിൽ ബി പോസിറ്റീവ് ഓപ്പറേറ്റർ യൂസിങ് ദ സെയിം ഈ ഒരു പ്രോപ്പർട്ടി. രണ്ട് പോസിറ്റീവ് സംസ് ആണ്. സോ സം ഓഫ് ടു പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സ് ആർ ഓൾസോ പോസിറ്റീവ്. സോ ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് ഇങ്ങനെ ഡിറൈവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള തിയറം നോക്കാൻ പോകുന്നത് എപ്പോഴാണ് പ്രൊഡക്റ്റ് ഓഫ് ടു പോസിറ്റീവ് സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റേഴ്സ് പോസിറ്റീവ് ആവുന്നെന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ് എച്ച് ബി എ ഹിൽബർട്ട് സ്പേസ്. Okay, and let T comma S be self-adjoint positive operators. കണ്ടീഷൻ ആണ് നമ്മൾ രണ്ട് നമ്മൾ കഴിഞ്ഞ സെമസ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. രണ്ട് സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് സെൽഫ് അഡ്ജോയിൻറ്റ് ആണെങ്കിൽ ദേ ഷുഡ് ബി കമ്മ്യൂട്ടിങ്. ഓക്കെ, സോ യൂസിങ് ദാറ്റ് പ്രോപ്പർട്ടി രണ്ട് യൂസസ് ആ സെയിം പ്രോപ്പർട്ടി തന്നെ ഇവിടെ വരുന്നത്. സോ ടി യും എസും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ടി യും എസും സെൽഫ് അഡ്ജോയിൻറ്റ് പോസിറ്റീവ് ഓപ്പറേറ്റർ ആണെങ്കിൽ ആൻഡ് ഇഫ് ടി ആൻഡ് എസ് കമ്മ്യൂട്ട്, ഇഫ് ടി കോമ എസ് കമ്മ്യൂട്ട്. ഓക്കെ, അതായത് ടി എസ് ഇസ് ഈക്വൽ ടു എസ് ടി ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ടി എസ് ഈസ് ഓൾസോ പോസിറ്റീവ്. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ മെയിൻ റിസൾട്ട്. ഓക്കെ, സോ രണ്ട് പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ദ കണ്ടീഷൻ ഇസ് ദേ ഷുഡ് ബി കമ്മ്യൂട്ടിങ്. ഓക്കെ, ഇത് സെൽഫ് അഡ്ജോയിനസിനും ഇതേ പ്രോപ്പർട്ടി നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഉണ്ടായിരുന്നതാണ്, സിലബസിൽ ഉണ്ടായിരുന്നതാണ്. സോ അതിൻ്റെ തന്നെ ഒരു വേറൊരു കണ്ടിന്യൂഷൻ എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, സോ പ്രൂഫ് കുറച്ച് ഇൻവോൾവ് ആണ്. അതായത് രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ what I'll do is that I'll define a sequence of operators. For example, I'll call S1 as S by norm S. Okay, so S1 will be called as S by norm of S. And then I'll define Sn plus 1 as a new operator which is defined from this operator by this definition, Sn minus Sn square. Okay, so where n it is 1, 2, 3, etc. Okay, so ഇങ്ങനെയൊരു set of operators define ചെയ്യും. And then I'll show that 0 less or equal to Sn less than or equal to I.
ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഓപ്പറേറ്റേഴ്സ് ഇങ്ങനെ എസ്സിൽ നിന്ന് നമ്മൾ സീക്വൻസ് ഓപ്പറേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്രോപ്പർട്ടി ഒന്ന് കാണിക്കും. ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഐ വിൽ ഷോ ദാറ്റ് എസ് ടി ഓഫ് എക്സ് എക്സ് ഇസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ഇൻ എച്ച്. ഓക്കെ, സോ ഇതാണ് നമുക്ക് വേണ്ട പ്രോപ്പർട്ടി. അത് ഈ ഒരു തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, സോ വിൽ ബി യൂസിങ് ദീസ് ടു സ്റ്റേജസ്. സോ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. സോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എസും ടിയും സെൽഫ് അഡ്ജോയിൻ്റ് ആണ്, പോസിറ്റീവ് ആണ്, ആൻഡ് ഓൾസോ ദ കമ്മ്യൂട്ട് എസ് ടി ഇസ് ഈക്വൽ ടു ടി എസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ബൈ നോമസ് ആണ്. ഓക്കെ, അങ്ങനെ ഡിഫൈൻ ചെയ്തു. സോ മൈ ക്വസ്റ്റൻ ഇസ് വിൽ 0 ബി ലെസ് ആർ ഈക്വൽ ടു എസ് വൺ ലെസ് ആർ ഈക്വൽ ടു ഫസ്റ്റ് എൻ ഈസ് ഈക്വൽ ടു 1 റിസൾട്ട് ട്രൂ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇത് ട്രൂ ആയിരിക്കും. ഓക്കെ, എസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ബേസിക്കലി ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എസ് വൺ ഓഫ് എക്സ് എക്സ് ഷുഡ് ബി ലെസ് ആർ ഈക്വൽ ടു ഐ ഓഫ് എക്സ് കോമ എക്സ്. ശരിയല്ലേ? ഓക്കെ, നോ ഇതല്ലേ ദാറ്റ് ഈസ് ആക്ച്വലി ഇൻ എക്സ് കോമ എക്സ്. ഓക്കെ, വാട്ട് ഈസ് എസ് വൺ? എസ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എസ് ബൈ നോം ഓഫ് എസ് എക്സ് കോമ എസ് ആണ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു 1 ബൈ നോം ഓഫ് എസ് ഇൻറ്റു എസ് എക്സ് എസ് എക്സ് എക്സ് ആണ്. This is by Cauchy's inequality. I can write this is less than or equal to 1 by norm of s into norm of s into x comma x. Okay, so that is actually your x comma x vരും, that is your identity. So n is equal to 1 in the true one. Okay, now അടുത്തത് നമ്മൾ വിചാരിക്കണം, സപ്പോസ് n is equal to k, suppose you have 0 less than or equal to sk less than or equal to I ആണ്, and also sk you have to prove it for sk plus 1 also. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. And also from this it is clear that I minus sk is also greater or equal to 0. So let us prove now that sk plus 1 is also less than or equal to I, and also it's a positive operator. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാം. സോ ഓൾസോ ഇവിടെ എസ് വൺ എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ദാറ്റ് ഇസ് ഓൾസോ ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0 ബിക്കോസ് അൾട്ടിമേറ്റ്ലി യു ആർ ഗെറ്റിംഗ് ദിസ് ഇസ് എസ് ഒരു പോസിറ്റീവ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് ദിസ് വിൽ ഓൾവേസ് ബി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ആൻഡ് ഓൾസോ ബൈ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സോ ഓട്ടോമാറ്റിക്കലി ദിസ് വിൽ ബി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0. ഓക്കെ, സോ എസ് കെക്ക് ട്രൂ ആണെന്ന് വിചാരിക്കുക, എസ് കെ പ്ലസ് വൺ ട്രൂ ആണെന്നുള്ളത് നമുക്ക് കാണിക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എസ് കെ പ്ലസ് വൺ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്ത്, എസ് കെ പ്ലസ് വൺ ഈസ് ഡിഫൈൻഡ് ആസ് എസ് കെ മൈനസ് എസ് കെ സ്ക്വയർ. സോ ഞാൻ ആക്ച്വലി ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ട് പോസിറ്റീവ് ഓപ്പറേറ്റേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതും. ഓക്കെ, സോ ഐ വിൽ റൈറ്റ് ദിസ് ആസ് എസ് കെ ഇൻറ്റു ഐ മൈനസ് എസ് കെ സ്ക്വയർ പ്ലസ് ഐ മൈനസ് എസ് കെ ഇൻറ്റു എസ് കെ സ്ക്വയർ. ഇങ്ങനെയാണ് കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയേ, ശരിയാണോ? ഇത് എഴുതി കറക്റ്റ് ആണോ നോക്കിയേ. സോ ദാറ്റ് വിൽ ഗെറ്റ് എസ് കെ ഇൻറ്റു ഐ സ്ക്വയർ ഐ തന്നെയാണ്, മൈനസ് 2sk പ്ലസ് എസ് കെ സ്ക്വയർ വരും അല്ലേ. അപ്പുറത്തോ പിന്നെ അവിടെ എസ് കെ സ്ക്വയർ മൈനസ് എസ് കെ ക്യൂബ് വരും. സോ അതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എസ് കെ മൈനസ് 2sk സ്ക്വയർ പ്ലസ് എസ് കെ ക്യൂബ് പ്ലസ് എസ് കെ സ്ക്വയർ മൈനസ് എസ് കെ ക്യൂബ് വരും. എസ് കെ ക്യൂബ് വെട്ടിപ്പോവും. സോ ദറ്റ് ഈസ് എസ് കെ മൈനസ് എസ് കെ സ്ക്വയർ ആവും. സോ വിച്ച് ഈസ് ആക്ച്വലി എസ് സ്ക്വയർ. സോ ട്രൂ ആണ്. സോ ഐ വിൽ ഷോ ദാറ്റ് these two are positive. So sum of two positive operators are again positive and you can follow it. Okay, so അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ്. ഇപ്പം ഐ മൈനസ് എസ് കെ ഒരെണ്ണം കാണിക്കുക, മറ്റേ അതുപോലെ തന്നെ എസ് കെ സ്ക്വയർ പോസിറ്റീവ് എന്ന് കാണിക്കണമെങ്കിൽ എക്സ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആയിരിക്കണം. നൗ ദിസ് ഐ മൈനസ് എസ് കെ എന്ന് പറഞ്ഞാൽ എസ് കെയുടെ തന്നെയാണ് സാധനങ്ങളാണ് ഇത്. എസ് കെയും ഐയും എന്തായാലും കമ്മ്യൂട്ട് ചെയ്യും, എസ് കെയും തന്നെ കമ്മ്യൂട്ട് ചെയ്യും. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് എസ് കെ ഇൻറ്റു ഐ മൈനസ് എസ് കെ ഇൻറ്റു എസ് കെ എക്സ് കോമ എക്സ്. ഓക്കെ, സോ ദിസ് ഇങ്ങനെ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജ് എസ് കെ എനിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഇസ് സെയിം ആസ് ഐ മൈനസ് എസ് കെ ഇൻറ്റു എസ് കെ ഓഫ് എക്സ് കോമ എസ് കെ ഓഫ് എക്സ്, ഐ മൈനസ് എസ് കെ ഇൻറ്റു എസ് കെ ഓഫ് എക്സ് കോമ എസ് കെ ഓഫ് എക്സ് എന്ന് വരും. സോ ഓക്കെ, സോ ഇഫ് ഐ കോൾ ഇറ്റ് ആസ് എസ് കെ ഓഫ് എക്സിനെ ഞാനിപ്പം വൈ എന്ന് വിളിക്കുവാണെങ്കിൽ വാട്ട് വിൽ ഐ ഗെറ്റ്? സോ ദാറ്റ് ഇസ് എസ് കെ ഓഫ് എക്സിനെ വൈ എന്ന് വിളിക്കാൻ ഐ വിൽ ബി ഗെറ്റിംഗ് ഐ മൈനസ് എസ് കെ ഓഫ് വൈ കോമ വൈ. എന്ന് പറഞ്ഞാൽ ആക്ച്വലി സെലമെൻ്റ് ഓഫ് ഹിൽബർട്ട് സ്പേസിലുള്ള ഓപ്പറേറ്റേഴ്സ് ആണല്ലോ. എസ് ഇസ് ആക്ച്വലി ആ ഓപ്പറേറ്റർ ഫ്രം എച്ച് ടു എച്ച് ആണ്. സോ എസ് കെ ഓൾസോ വിൽ ബി ഓപ്പറേറ്റേഴ്സ് ഫ്രം എച്ച് ടു എച്ച് ആയിരിക്കും. സോ എസ് കെ ഓഫ് എക്സ് വിൽ ബി ഗെറ്റിംഗ് വൈ. ഓക്കെ, ഇത് കിട്ടും. ബട്ട് ഓൾറെഡി യു നോ ദാറ്റ് 0 ലെസ് ആർ ഈക്വൽ ടു എസ് കെ ലെസ് ആർ ഈക്വൽ ടു ഐ ആണ്. സോ ഐ മൈനസ് എസ് കെ ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആണ്. സോ ദിസ് വിൽ ബി ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0, ഹെൻസ് ദിസ് ഈസ് പോസിറ്റീവ്. സോ സെയിം ആർഗ്യുമെൻറ്റ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. എസ് കെ ഇൻറ്റു ഐ മൈനസ് എസ് കെ സ്ക്വയർ എടുക്കാൻ നേരത്ത് നമുക്കിവിടെ സ്വാപ്പ് ചെയ്യാം ഇതേപോലെ തന്നെ. അവിടെ ഇപ്പോൾ നമുക്ക് ഐ മൈനസ് എസ് കെ വരും, ഒരു എസ് കെ ഉണ്ടാവും, ഐ മൈനസ് എസ് കെ വരും,
അപ്പുറത്തേക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എസ് കെ ഇൻറ്റു ഐ മൈനസ് എസ് കെ വരും. ഐ മൈനസ് എസ് കെനെ വൈ എന്ന് വിളിക്കുക. സോ വിൽ ബി ഗെറ്റിംഗ് എസ് കെ വൈ എന്ന് കിട്ടും. ബട്ട് എസ് കെ പോസിറ്റീവ് ആണ് യൂസിങ് യുവർ ഇൻഡക്ഷൻ സ്റ്റെപ്പ്, അതുകൊണ്ട് ട്രൂ ആയിരിക്കും. സോ സെയിം ആർഗ്യുമെൻറ്റ് നമുക്ക് മറ്റൊന്ന് യൂസ് ചെയ്യാം. ഓക്കെ, സോ യു ഹാവ് ഗോട്ട് നൗ ദാറ്റ് 0 ലെസ് ആർ ഈക്വൽ ടു എസ് കെ ലെസ് ആർ ഈക്വൽ ടു ഐ. So that means this is where your sk is defined as, or sk plus 1 is defined as sk minus sk square. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഈ ഇടയ്ക്ക് ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പ്. ഈ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നൗ വിൽ പ്രൂവ് ദാറ്റ് ഇൻ ഈസ് ടി ഓഫ് എക്സ് എക്സ് ഇസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0. ഓക്കെ, സോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സപ്പോസ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ബി യൂസിങ് ദ പോസിറ്റിവിറ്റി ഓഫ് എസ് ആസ് വെൽ ആസ് ടി. പക്ഷെ ആ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നെങ്കിൽ ഒരു എസ് സ്ക്വയറോ അല്ലെങ്കിൽ എസ് സ്ക്വയർ ഒക്കെ വന്നാൽ എനിക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നേരത്തെ പോലെ ഒരു എസ് സ്ക്വയർ ഉണ്ടെങ്കിൽ നമുക്ക് എസ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ രീതിയിലൊക്കെ വേണമെങ്കിൽ ഇത് ഇവാലുവേറ്റ് ചെയ്യാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ക്വയർ ഇല്ല, എസും ടീം സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു മാനിപ്പുലേഷൻ ചെയ്യാൻ പോവാണ്. സോ വാട്ട് ഐ ഗോയിങ് ടു ഡു ഈസ് ദാറ്റ് നമുക്കറിയാം S2 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുന്നത്? S2 എന്ന് പറഞ്ഞാൽ S1 മൈനസ് S1 സ്ക്വയർ. സോ യുവർ S1 ഈസ് ആക്ച്വലി S1 സ്ക്വയർ പ്ലസ് S2. ഇനി S2 എങ്ങനെ എഴുതുന്നത്? S3 എങ്ങനെ എഴുതുന്നത്? S2 മൈനസ് S2 സ്ക്വയർ. So S2 is എന്ത് വരും? സോ S2 is S2 സ്ക്വയർ പ്ലസ് S3. ഓക്കെ, ആലോചിച്ച് നോക്കി. S2 എന്ന് പറഞ്ഞാൽ S3 എന്ന് പറഞ്ഞാൽ S2 മൈനസ് S2 സ്ക്വയർ ആണ്. സോ S2 എന്ന് പറഞ്ഞാൽ S2 സ്ക്വയർ പ്ലസ് S3. സോ സിമിലർലി ഇറ്റ് വിൽ ബി S3 സ്ക്വയർ പ്ലസ് S4. സോ യു ക്യാൻ റൈറ്റ് S1 ആസ് ഈക്വൽ ടു S1 സ്ക്വയർ പ്ലസ് S2 സ്ക്വയർ പ്ലസ് Sn സ്ക്വയർ പ്ലസ് Sn പ്ലസ് 1. ഇനിയും പോവാം, ഞാൻ തൽക്കാലം ഒരു എൻഡിൽ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. സോ ദാറ്റ് മീൻസ് ഐ എം ഗെറ്റിംഗ് S1 സ്ക്വയർ പ്ലസ് S2 സ്ക്വയർ പ്ലസ് എക്സെട്ര Sn സ്ക്വയർ ഏതെങ്കിലും എൻ സ്റ്റേജിൽ ഈസ് ഈക്വൽ ടു S1 മൈനസ് Sn പ്ലസ് 1 വിച്ച് ഇസ് ഇൻവേ ലെസ് ദാൻ S1. ഓക്കെ, സോ ഏതെങ്കിലും ഒരു ഇടയ്ക്ക് എന്ന് പറഞ്ഞൊരു ആർബിട്രറി ആണ്, എവിടെ വെച്ചാൽ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഓക്കെ, ഇനി ഇപ്പം ആലോചിച്ച് നോക്കിയേ. സോ ദിസ് മീൻസ് ദാറ്റ് എന്താണ്? സോ ഇഫ് യു ആർ ടേക്കിംഗ് ഇപ്പം എന്താ, സപ്പോസ് ഐ വോണ്ട് ടു ഫൈൻഡ് S1 എക്സ് ഇത് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സപ്പോസ് ഐ എം ടേക്കിംഗ് ദിസ് ആസ് സപ്പോസ് ഇഫ് ഐ കൺസിഡർ ദിസ് സം സിഗ്മ നോം ഓഫ് SI square of x where I am going to vary from I to n. Okay, so that is actually by definition of norm I is equal to 1 to n inner product of SIx. ശരിയല്ലേ? സോ ദാറ്റ് ഈസ് ആക്ച്വലി sigma I is equal to 1 to n by at self-adjoiners, positive per self-adjoiners ആണ്. self-adjoiners I square of x comma x. Okay, so that means this is less than or equal. So this is actually, you can use the linearity property. So this is actually less than or equal to S1 x. Okay, so you have got that sigma I is equal to 1 to n norm of SI square of x is less than or equal to S1 x in the inner product. Okay, so as n is arbitrary, you will see that this is bounded above by S1 Sx, so this will converge. So sigma S1 square should be converging. So that means your term Sn of x ആ term that should be going to 0 ആയിരുന്നു, അല്ലെങ്കിൽ your Sn should be going to 0 as n goes to infinity. Okay, because this is bounded by S1 xx, so അതുകൊണ്ട് ഈ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. അതുകൊണ്ട് nth term will be going to 0, അതായത് norm of Snx will be going to 0 ആയിരിക്കും. That means Sn will go to 0 as n goes to infinity. പക്ഷേ as n goes to infinity, what can you say about this series? So ഇവിടെ Sn plus 1 will be going to 0 ആണ്. So that means sigma n is equal to 1 to infinity SI square എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് എന്ത് തന്നെയായിരിക്കും? ഇറ്റ് വിൽ ആക്ച്വലി ബി ഈക്വൽ ടു S1 എന്ന് തന്നെയായിരിക്കും, ബിക്കോസ് this quantity will be going to 0. So this will go to S1 as n goes to infinity. Okay, so അല്ലെങ്കിൽ limit of that is actually equal to S1 തന്നെയായിരിക്കും. ഇതാണ് നമുക്കറിയാവുന്നത്. So I hope this is clear till this much. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് വരാം. നമുക്ക് എന്താ വേണ്ടത്? ST പോസിറ്റീവ് ആണെന്ന് കാണിക്കണം അല്ലേ? So let us try ST of x, x. ഓക്കെ, ഇനി ST of xനെ ഞാൻ S എന്ന് പറയുന്നത് നമുക്ക് S1 എങ്ങനെ എഴുതിയ ഇപ്പം ഇതെല്ലാം S1 ടേംസിലേക്ക് മാറ്റാമോ? S1 ഒരു എക്സ്പ്രഷനിലേക്ക് ഉള്ളുണ്ട്, ഇവിടെ SI സ്ക്വയർ ഉണ്ട്. ഈ സ്ക്വയർ വന്നുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം S1 സ്ക്വയർ SI സ്ക്വയർ x ആണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് S1 x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് ഇറ്റ് ലൈക്ക് ദിസ്, ആൻഡ് ഇറ്റ് വിൽ ബി S1 norm of S1 സ്ക്വയർ ആണ്, വിച്ച് ഇസ് ഓൾവേസ് പോസിറ്റീവ്. അതിന് കൊണ്ടുവരാം. സോ സ്ക്വയർ വന്നുള്ള ഗുണം അതാണ്.
ഓക്കെ. സോ എസ് ടി ഓഫ് എക്സ് എക്സ് കൊണ്ടുവരുന്ന സ്ക്വയർ കൊണ്ടുവരാൻ പോകണം. അതിന് വേണ്ടിയിട്ട് എസ് വൺ എന്ന് പറഞ്ഞിട്ട് ഇസ് എസ് ബൈ നോം ഓഫ് എസ്. So your S is actually equal to norm of S into S1. So using that property, you'll have norm of S into S1 Tx x. S1 Tx x. Now again S1 എന്ന് പറഞ്ഞാൽ എന്താണ്? So that is norm of S fixed ആണ്. Limit n tends to infinity അല്ലേ? n tends to infinity, sigma j is equal to 1 to n. S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ജെ സ്ക്വയർ ടി എക്സ് കോമ എക്സ്. ഓക്കെ. നൗ എസും ടിയും കമ്മ്യൂട്ടീവ് ആണ്. എസ് വണ്ണും എസ് കെ ഒക്കെ ഉണ്ടാക്കുന്ന എസ്സിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എസ് ബൈ എസിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ സ്കെയിലാർ മൾട്ടിപ്പിൾസ് ഒക്കെയാണ് എസ് വണ്ണും പിന്നെ അതുപോലുള്ള സാധനങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്, സമ്മും ഒക്കെ തന്നെയാണ്. സോ എസും ടിയും കമ്മ്യൂട്ടീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എസ് കെയും ടീസ് ഓൾസോ വിൽ ബി കമ്മ്യൂട്ടീവ്. സോ ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, ദിസ് നെക്സ്റ്റ് സ്റ്റെപ്പ് ദിസ് വിൽ ബി നോം ഓഫ് എസ് ഇൻ ടു limit n tends to infinity, sigma j is equal to 1 to n. This can be written as sjx അപ്പുറത്തേക്ക്. So this can be written as sj tx comma sjx വരും by self adjoinance property of sj. ഇനി ടിയും എസ് ജിയും കമ്മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് this is actually sigma j is equal to 1 to n tsj of x sj of x വരും, where limit n tends to infinity known as എസ് ജെ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇതിലൊരു നമ്മുടെ ഹിൽബർട്ട് സ്പേസിലൊരു എലമെൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് നോം ഓഫ് എസ് ഇൻ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n ടി ഓഫ് വൈ കോമ വൈ. പക്ഷെ നമുക്കറിയാം ടി പോസിറ്റീവ് ആണ്. സോ ദിസ് ക്വാണ്ടിറ്റി വിൽ ബി പോസിറ്റീവ്. സോ ദിസ് എൻറ്റയർ ക്വാണ്ടിറ്റി വിൽ ബി പോസിറ്റീവ്. സോ ദാറ്റ് മീൻസ് ദിസ് എൻറ്റയർ തിങ് വിൽ ബി ഗ്രേറ്റർ ഈക്വൽ ടു 0. So since x is arbitrary, you have got st of xx is greater or equal to 0. Similarly, you can also prove that ts of xx is also greater or equal to 0 by commutativity. So that means എന്താണ്, product is also positive. Okay, so ഇതായിരുന്നു ഇവിടുത്തെ ഈ ഒരു സെക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം. ഓക്കെ, താങ്ക് യു.